പഹൽഗാം ഭീകര ആക്രമണം നടന്നപ്പോൾ അതിനെ ഏറ്റവും നീചവും നിന്ദ്യവുമായി പരിഹസിച്ച ഒരാളായിരുന്നു മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള പാകിസ്ഥാനി ക്രിക്കറ്റ് താരമായിട്ടുള്ള ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത്. 26 സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊന്നപ്പോൾ അവരുടെ സിന്ദൂരം അവിടെയുള്ള ഭീകരവാദികൾ മായ്ച്ചപ്പോൾ പാകിസ്ഥാനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഭീകരവാദത്തെ പിന്തുണച്ച വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി. പോരാത്തതിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഭീകരവാദികളുടെ ടെററിസ്റ്റ് ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്ത ആളാണ് ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാരൻ. ഈ ഷാഹിദ് അഫ്രീദിയെ ഇപ്പോൾ വമ്പൻ സ്വീകരണമൊരുക്കി ദുബായിൽ ആനയിച്ച് ആരവത്തോടുകൂടി സ്വീകരിച്ചിരിക്കുകയാണ് ഒരു മലയാളി സംഘടന. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മലയാളി സംഘടനയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം. ഇതിൽ യാതൊരുവിധ അത്ഭുതവുമില്ല. കേരളം എന്ന് പറഞ്ഞാൽ മിനി പാകിസ്ഥാനാണ്, കേരളമാണ് 100% ലിറ്ററസിയാണ് എന്നൊക്കെ പറഞ്ഞ് രാജ്യത്ത് പ്രതിഷേധം ഇരമ്പുകയാണ് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായി പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ദുബായിലെ മലയാളി സംഘടനയുടെ ഒരു ചടങ്ങിൽ അതിഥികളായി എന്നുള്ളതാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. മെയ് 25 കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായ് ഔദ് മെഹ്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് PAD ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മച്ചുവടുകൾ 2025 എന്ന പരിപാടിയിലാണ് ഷാഹിദ് അഫ്രീദി അതിഥിയായത്. അതായത് മെയ് 25 ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മെയ് 7 നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഷാഹിദ് അഫ്രീദിയുടെ വലിയ രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കണമെന്ന് പറയുന്ന വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ രാജ്യം ചർച്ച ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് മെയ് 25 മലയാളികൾ ഇയാൾക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇവരെ ചടങ്ങിൽ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെയും തുടർന്ന് ഇവർ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ഇതോടകം ഇവിടെ മാത്രമല്ല പാകിസ്ഥാനിലും വൈറലായി കഴിഞ്ഞു. കേരളം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എന്നാണ് ഷാഹിദ് അഫ്രീദി പറയുന്നത്. എന്തായാലും ഷാഹിദ് അഫ്രീദിക്ക് ഇവിടെ മലയാളികൾ സ്വീകരണം കൊടുക്കുന്ന ഈ ദൃശ്യങ്ങൾ പാകിസ്ഥാനിൽ ഗംഭീരമായി പ്രചരിക്കുകയാണ്. പാകിസ്ഥാനികൾ ഇതിന് കൊടുക്കുന്ന നെറേറ്റീവ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതിന് കൊടുക്കുന്ന നെറേറ്റീവ്, ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടത്തിയത് അവിടെയുള്ള കേന്ദ്ര സർക്കാരാണ്, എന്നാൽ അവിടെയുള്ള ജനങ്ങൾ കേന്ദ്ര സർക്കാരിനോടൊപ്പമല്ല എന്നാണ് പാകിസ്ഥാനി മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വരുന്ന നെറേറ്റീവ്. നിങ്ങൾ കണ്ടില്ലേ അഫ്രീദിക്കൊക്കെ ഇന്ത്യക്കാർ കൊടുക്കുന്ന സ്വീകരണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നെറേറ്റീവ് പാകിസ്ഥാനിൽ സൃഷ്ടിച്ചെടുക്കുകയാണ്. എന്തായാലും ഒരു വമ്പൻ സാംസ്കാരിക പരിപാടി വച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് മലയാളികൾ വമ്പൻ രീതിയിലുള്ള സ്വീകരണം കൊടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൊട്ടടുത്ത് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നായിരുന്നു വിവരം. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ സ്വീകരണം കൊടുത്തത്. ഷാഹിദ് അഫ്രീദി വേറൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ നിന്നതാണ്, അയാളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഇവർ സ്വീകരണം കൊടുത്തത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.